നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയിൽ സ്കൂട്ടർ യാത്രികരായ യുവതികളെ ഇടിച്ചു തെറിപ്പിച്ച ലോറി നിർത്താതെ പോയി. തൃത്താല മേഴത്തൂർ കുന്നത്തുകാവ് സ്വദേശിനികളായ മിഷ, നിമിഷ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 11:30 സംസ്ഥാന പാതയിൽ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിക്ക് സമീപത്തായിരുന്നു അപകടം. മേഴത്തൂരിൽ നിന്നും ചാലിശ്ശേരിയിലേക്ക് കേക്ക് ഡെലിവർ ചെയ്യാൻ പോവുകയായിരുന്നു ഇരുവരും. ഇതിനിടെ കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇവരുടെ സ്കൂട്ടറിനു പിറകിലിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച ലോറി നിർത്താതെ പോവുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റു കിടന്ന ഇരുവരെയും ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കേക്കും റോഡിൽ ചിതറിത്തെറിച്ചു. നിർത്താതെ പോയ ലോറിക്കായി ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാട്ടായയിലെ തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരം മാട്ടായയിൽ സംഘടിപ്പിച്ചു. നടപടി ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പറഞ്ഞു. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘ ഭരണസമിതിയിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുക, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഉടനെ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാട്ടായ സെന്ററിൽ സമരം സംഘടിപ്പിച്ചത്. നേരത്തെ സംഘം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. തുടർന്നും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് 2ാം ഘട്ട സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സംഗമം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും നടപടിയുണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PV മുഹമ്മദ് അലി, K വിനോദ്, K ഷംസുദ്ദീൻ, TA നഹാസ്, H നാരായണൻ, സലീം മാട്ടായ, M സലീം, PM മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം സംഘം ഓഫീസിലേക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള റാലി നടന്നു. അതിനുശേഷവും നടപടി ബന്ധപ്പെട്ടവർ കണ്ണ് തുറക്കാത്തതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ നിരന്തരമായ പ്രക്ഷോഭ സമര പരിപാടികൾ നടത്താൻ തീരുമാനിച്ച കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നടത്തുന്ന സമരത്തിന്റെ ഭാഗമാണ് ഈ വിശദീകരണ യോഗവും ഈ പ്രതിഷേധ സദസ്സും. രാജ്യറാണി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ ഊർജിതമാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു MP. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ കുലുക്കല്ലൂരിൽ പുതിയ ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ വേണമെന്നത് യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. കുലുക്കല്ലൂരിലും മലപ്പുറത്തെ മേലാറ്റൂരിലുമാണ് നിലവിൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുവാൻ കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MPയും സ്റ്റേഷനിലെത്തി. നിലവിൽ ഷൊർണൂരിൽ നിന്നും തീവണ്ടി എടുത്താൽ 28 കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിപ്പുറത്തും വീണ്ടും 28 കിലോമീറ്റർ അകലെയുള്ള വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത്. പാതയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ രാജറാണി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന തീവണ്ടികൾക്ക് കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് സ്റ്റേഷനിലെത്തിയ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ, മറ്റു നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, EK മുഹമ്മദ് കുട്ടി ഹാജി, ഗഫൂർ, നൌഷാദ് എടത്തോൾ, നിസാർ മപ്പാട്ടുകര, മുത്തു കുൽക്കല്ലൂർ, ബാലൻ മാളിയക്കൽ, OP ഗംഗാധരൻ, ബഷീർ കുൽക്കല്ലൂർ, സക്കീർ ഹുസൈൻ മുളയങ്കാവെ തുടങ്ങിയവരും MPക്കൊപ്പം ഉണ്ടായിരുന്നു. കൂറ്റനാട് വാവനൂരിൽ പാസഞ്ചർ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. കൂറ്റനാട് സെന്ററിൽ നിന്നും വാവനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം വാവനൂർ സെന്ററിനു സമീപം എത്തിയതോടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നാഗലശ്ശേരി മൈലാഞ്ചിക്കാട് സ്വദേശികളായ 3 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കേരള പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെമിനാറും ഉണ്ടായിരുന്നു. കേരള പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ ഡോക്ടർ BR അംബേദ്കർ ജയന്തി വിവിധ പരിപാടികളോടെ നടത്തിയത്.
പട്ടാമ്പി പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു ദിനാഘോഷം. മുഹമ്മദ് മോസിൻ MLA ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളായിട്ടുള്ള ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായിട്ടുള്ള വളരെ മികച്ച എഴുത്തുകാരനായിട്ടുള്ള അങ്ങനെ സർവ്വ മേഖലകളിലും നമുക്ക് അഭിമാനിക്കാവുന്ന വ്യക്തിത്വമായിരുന്ന ഡോക്ടർ PR അംബേദ്കറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനും അതിന്റെ ഭാഗമായി നടക്കുന്ന സെമിനാറുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അംബേദ്കറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ അല്ല ഒരു മാസം വേണമെങ്കിൽ പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ അർഹതയില്ലാത്ത തലത്തിൽ ജാതി വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് ഉയർന്നു വന്ന് പോരാട്ടം നടത്തി ഇന്ത്യയിൽ പഠനം നടത്തി, ഇന്ത്യക്ക് പുറത്ത് ലണ്ടനിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠനം നടത്തി. KPPSS പ്രസിഡന്റ് രാജൻ തൃത്താല അധ്യക്ഷനായിരുന്നു. തൊഴിൽ സാധ്യതയും തൊഴിൽ സംരംഭങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. സിന്ധു ഭാസ്കർ സെമിനാറിന് നേതൃത്വം നൽകി. 25 വർഷമായി വിളിയൂർ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു വരുന്ന നീലടി സുധാകരനെ ചടങ്ങിൽ അനുമോദിച്ചു. MLA മുഹമ്മദ് മോസിൻ ഉപഹാരം സമ്മാനിച്ചു. P. അജിത് കുമാർ, ഡോക്ടർ VA പ്രഭാകരൻ, EP കുമാർദാസ്, MP കുമാർ, അഡ്വക്കേറ്റ് ദാമോദരൻ കുറുവാഞ്ചേരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി 5ാം വേല ആഘോഷിച്ചു. ഞായറാഴ്ച 7ാം വേല ആഘോഷിക്കും. മുളയൻകാവ് ബോധിക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം 5ാം വേല ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ആഘോഷങ്ങൾ വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിലെത്തി. ശിങ്കാരിമേളം, തെയ്യം, പാണ്ടിമേളം, മറ്റു നാടൻ കലാരൂപങ്ങൾ എന്നിവ 5ാം വേലയ്ക്ക് മാറ്റേകി. മേടം 1 മുതലാണ് ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നാളെ 7ാം വേല ആഘോഷിക്കും. ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്തിനും തുടക്കം കുറിച്ചു. ഏപ്രിൽ 27-നാണ് 10ാം കൂത്ത്. മെയ് 4-ന് ചെറുകോട് വേലയും ആഘോഷിക്കും. ഇത്തവണത്തെ മുളയങ്കാവിലെ വലിയ കാളവേല മെയ് 12-നും വലിയ പൂരം മെയ് 13-നുമാണ് നടത്തുന്നത്. ചാലിശ്ശേരിയിൽ മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച 3ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിശിഷ്ടാതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥർ. ടൂർണമെന്റിന്റെ 12ാമത് ദിനമായിരുന്ന ബുധനാഴ്ചയാണ് വിവിധ സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ചാലിശ്ശേരി സ്വദേശികളായ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഡിയത്തിലെത്തിയത്. ഷൊർണൂർ DYSP ഓഫീസിലെ സബ് ഇൻസ്പെക്ടർ ജ്യോതി പ്രകാശ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉദയൻ പെരുമണ്ണൂർ, സംസ്ഥാന ഇന്റലിജൻസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K രാമകൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ N രാജീവ് കുമാർ, ഷൊർണൂർ റെയിൽവേ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K ഗോകുൽദാസ്, പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ K പ്രശാന്ത്, തൃശൂർ സിവിൽ പോലീസ് ഓഫീസർ K ജിനോ എന്നിവരാണ് വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടത്. മാർവൽ ക്ലബ് കൺവീനർ MM മുഹമ്മദ് ഉണ്ണിയും സഹയാത്രാ പ്രതിനിധി സന്ദീപും പോലീസ് ഉദ്യോഗസ്ഥരെ അനുഗമിച്ചു. ബുധനാഴ്ച നടന്ന വാശിയേറിയ മത്സരത്തിൽ യുണൈറ്റഡ് FC നെല്ലിക്കുത്ത് ശാസ്ത മെഡിക്കൽസ് തൃശൂരിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കമായി. 3ാം മണി നമസ്കാരത്തിനു ശേഷം പള്ളിക്ക് ചുറ്റും വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ സ്ലീബ വഹിച്ച് പ്രദക്ഷിണം നടത്തി. തുടർന്ന് 6ാം മണി 9ാം മണി നമസ്കാരങ്ങൾക്കു ശേഷം വികാരി വചന സന്ദേശം നൽകി. മറ്റു തിരുകർമ്മങ്ങൾക്കു ശേഷം കബറടക്കവും വിശ്വാസ പ്രമാണത്തോടുകൂടി ശുശ്രൂഷകൾ സമാപിച്ചു. കയ്പുനീരു കുടിക്കലും തുടർന്ന് കടുമാങ്ങയും കഞ്ഞിനേർച്ചയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ മരിച്ചുപോയവർക്കു വേണ്ടി കുർബാന നടന്നു. രാത്രി 8-ന് ഉയർപ്പ് ശുശ്രൂഷയും നടക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.